ഈ ബാംഗ്ലൂർക്ക് ഓടുന്ന വണ്ടികൾ ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുകളാണെന്നും ഈ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലീഗലാണെന്നും മന്ത്രി പറഞ്ഞത്. ഇല്ലീഗലായ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് വഴി കേരള ഗവൺമെന്റിന് കിട്ടാവുന്ന റവന്യൂ എത്രയാണെന്ന് മന്ത്രി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പിടിക്കണ്ടേ? ഇനി അതിനൊരു സംവിധാനം ഉണ്ടാക്കാനാണെങ്കിൽ മന്ത്രി ഈയിടെ 150 ബസ് ഇറക്കിയല്ലോ. ആ ബസ്സുകളെടുത്ത് ബാംഗ്ലൂർക്ക് ഓടിയാൽ പോരെ? അത്രയൊന്നും വരുന്നില്ലല്ലോ. എൻ്റെ മന്ത്രി ഒരു കാര്യം ഓർത്തു, ഏകദേശം 200ഓളം വണ്ടികളുടെ ലിസ്റ്റ് തന്നെ ഞാൻ കേരള ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ഇല്ലീഗലായിട്ട് ഇവിടെ കേരളത്തിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഈ മന്ത്രിയുടെ അടുത്ത ആൾക്കാരും ഭരണത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ വണ്ടികൾ അതിൻ്റെ അകത്തുണ്ട്. എന്നെക്കൊണ്ട് അത് കൂടുതലായിട്ടൊന്നും എടുത്തിരിക്കാൻ മന്ത്രി നോക്കരുത്. കാരണം അത് നോക്കാൻ പോയാൽ ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങൾ ഞാനും ചെയ്യും. കാരണം ഇത് മന്ത്രി എന്നെ ചുമ്മാ അങ്ങോട്ടൊരു ഇതാക്കാം, ഇല്ല ഒരു ഊശിയാക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മന്ത്രിയുടെ വെറും തോന്നലാണ്. ഞാൻ നിങ്ങളുടെ സംസ്കാരത്തിൽ പറഞ്ഞ ആളല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല. പിന്നെ സ്വകാര്യ ബസ്സുകാരെ, ഞാനൊരു സ്വകാര്യ ബസ്സുകാരനായിരുന്നു, അതും മന്ത്രി ഒന്ന് ഓർക്കുക. എനിക്ക് അതും വഴങ്ങും. അതിൽ മന്ത്രിയോട് ചോദിക്കുക, 500 ചില്ലുവാനം പെർമിറ്റ് ഉണ്ടാക്കി മന്ത്രി വെച്ചിട്ട് വിൽപ്പനയ്ക്ക് വെച്ചില്ലായിരുന്നു. എത്ര പെർമിറ്റ് മന്ത്രി വിറ്റു? എത്ര പെർമിറ്റ് ചൂടപ്പം പോലെ വിറ്റു പോകുന്നാ പറഞ്ഞ്. ഒരു പെർമിറ്റെങ്കിലും വിൽക്കാൻ മന്ത്രിക്ക് പറ്റിയോ? ഇല്ല മന്ത്രിയുടെ ഗുണ്ടകൾക്ക് പറ്റിയോ? പറ്റിയില്ലല്ലോ. നാണം വേണം, നാണം. ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. ഇല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കണം. എനിക്ക് അതിൻ്റെ മുഴുവൻ അറിവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന പരിമിതമായ അറിവാണെങ്കിൽ ഞാൻ അത് വെച്ച് കൃത്യമായി പറയാം. അല്ലാതെ വെറും മന്ദബുദ്ധികളെ ചുറ്റും നിർത്തിയിട്ട് കുറെ വാചകം ഇട്ടിട്ട് ഒരു കാര്യമില്ല മന്ത്രി. ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി പ്രതീക്ഷിക്കാൻ റെഡിയായിട്ട് തന്നെ നിന്നു. കാരണം എനിക്കിതിന് മറുപടി പറയാൻ ഒത്തിരി ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം നന്ദി, നമസ്കാരം.